DMLT കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോമെട്രിക് എഴുതാൻ സാധിക്കുമോ എന്നുള്ളതിനേക്കാട്ട് റെലവൻ്റ് ആയിട്ടൊരു ചോദ്യം എന്ന് പറയുന്നത്, പ്രോമെട്രിക് നിങ്ങൾ എഴുതിയാലും പ്രോമെട്രിക് പാസ്സായാലും ഡിപ്ലോമ MLT കൊണ്ട് ഖത്തറിൽ നിങ്ങൾക്ക് ലബോറട്ടറി ടെക്നീഷ്യനായിട്ടോ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റ് ആയിട്ടോ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സോ ഖത്തർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. അവിടുത്തെ നമ്പർ ഓഫ് ഹോസ്പിറ്റൽസും ലബോറട്ടറികളൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഡിപ്ലോമ MLT ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പ്രോമെട്രിക് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജോബിന് റെക്കമെൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുവാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ജോബ് ഉറപ്പുവരുത്താൻ സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ പ്രോമെട്രിക് എക്സാമിന് ഇറങ്ങി പുറപ്പെടുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് BSc MLT അല്ലെങ്കിൽ MSc MLT പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള പ്രൊഫഷണലുകൾ GCC കൺട്രീസിൽ എസ്പെഷ്യലി ഖത്തറിലും ദുബായിലും ഒക്കെ ജോലി കിട്ടുവാൻ വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഡിപ്ലോമ ക്വാളിഫിക്കേഷനും മറ്റുള്ള പ്രൊഫഷണൽസ് അവരുടെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷനുമായിട്ട് ഒരു എംപ്ലോയർ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് BSc MLT ഗ്രാജുവേഷൻ അല്ലെങ്കിൽ MSc MLT ഗ്രാജുവേഷനുള്ള പ്രൊഫഷണൽസിനായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ വർക്കിംഗ് എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യും എന്നുണ്ടെങ്കിലും ഒരു റിയാലിറ്റിയിൽ അവരെപ്പോഴും പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് ഹയർ ക്വാളിഫിക്കേഷനുള്ള പ്രൊഫഷണൽസിനായിരിക്കും.